നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിവിധ UG പ്രോഗ്രാമുകളുടെ പഠിതാക്കൾക്ക് സ്വാഗതം. കേരള ഗവൺമെൻറ്റിൻ്റെയും UGCയുടെയും നിയമങ്ങൾക്ക് വിധേയമായി വിദൂര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. നിരവധി UG PG പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ എന്നിവ നടത്തുന്ന യൂണിവേഴ്സിറ്റി പഠിതാക്കൾക്കായി ഒരുക്കുന്ന വിർച്വൽ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം സെമസ്റ്റർ പഠിതാക്കളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പരിസ്ഥിതി പഠനം അഥവാ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് അഥവാ NSES എന്ന ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ 2 മുതിർന്ന ശാസ്ത്രജ്ഞന്മാരാണ്. ബയോജിയോ കെമിസ്ട്രി വിഭാഗത്തിലെ ഡോക്ടർ K. അനുകൃഷ്ണനും ഹൈഡ്രോളജി വിഭാഗത്തിലെ ഡോക്ടർ A. കൃഷ്ണകുമാറും. ഇവരെ രണ്ടുപേരെയും നമുക്ക് ആദരപൂർവ്വം ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ എല്ലാ UG പ്രോഗ്രാമുകളുടെയും ഒന്നാം സെമസ്റ്ററിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. അപ്പോൾ ഈ പരിസ്ഥിതി പഠനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ സർ? തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. നമുക്കറിയാം കാലത്തും ഭൂമി നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ അതിന് ഒരു സൈഡിൽ വളരെ കാര്യമായ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് തന്നെ എങ്ങനെ ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി ആഗോളതലത്തിലുണ്ടായതിൻ്റെ ഫലമാണ് ശരിക്കും പരിസ്ഥിതി പഠനം പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന അല്ലെങ്കിൽ സ്കൂൾ തലം മുതലേ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിസ്ഥിതി പഠനം വളരെ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ വളരെ അടുത്ത സമയത്ത് തന്നെ സുപ്രീം കോടതിയുടെ വിധി തന്നെ വന്നിട്ടുണ്ട്. കമ്പൽസറിയായി പരിസ്ഥിതി പഠനം സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുട്ടികളിലേക്കും പരിസ്ഥിതിയുടെ പ്രാധാന്യവും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ അവരിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോലുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ റിഫോംസ് അല്ലെങ്കിൽ ശരിക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പരിസ്ഥിതി പഠനം വളരെ കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ പരിസ്ഥിതി പഠനത്തെ നമ്മൾ കാണാനുള്ളത്. തീർച്ചയായിട്ടും സുസ്ഥിര വികസനം എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുന്നേക്കി അല്ലെങ്കിൽ അതിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് നീങ്ങുന്ന നമുക്ക് ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ പഠിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് സത്യം. എൻവയോൺമെൻറ്റിനെ പല സെഗ്മെൻറ്റുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സെഗ്മെൻറ്റുകൾ ഏതെല്ലാമാണെന്നും അവയുടെ പ്രാധാന്യം എന്താണെന്നും ഒന്ന് വിശദീകരിക്കാമോ? ഈ പാരിസ്ഥിതിക വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് എൻവയോൺമെൻറ്റൽ സെഗ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഈ അറ്റ്മോസ്ഫിയർ, അതോടൊപ്പം തന്നെ ഹൈഡ്രോസ്ഫിയർ, പിന്നെ ലിത്തോസ്ഫിയർ, പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബയോസ്ഫിയർ. അങ്ങനെ ഒരു 4 വിഭാഗങ്ങളാണ് അതിനകത്തുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതിപാദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അന്തരീക്ഷം, അതായത് അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യനുമായിട്ട് ഏറ്റവും ഇടപഴകി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഈ അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിനെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് വായുമണ്ഡലത്താൽ ഭൂമിയെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിനെ തന്നെ ഉയരം കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മളിതിനെ പല ലെയേഴ്സായിട്ട് നമ്മൾ ഇതിനെ തരംതിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു, ഒരു 12-18 കിലോമീറ്ററുകൾ വരെ ഭൂമിയിൽ നിന്ന് വരുന്ന ഭാഗത്തിനെ നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ജലബാഷ്പം. അതായത് ഏകദേശം 99% അടങ്ങിയിരിക്കുന്നത് ഈ മേഖലയിലാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതും ഈ മേഖലയാണ്. അത് കഴിഞ്ഞ് ഒരു 30 കിലോമീറ്ററോളം വീണ്ടും പോകുമ്പോഴാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് ആക്ച്വലി നമ്മുടെ ഏറ്റവും ഫേമസ് ആയ ഓസോൺ പാളി കാണുന്നത്. ഈ UV റേഡിയേഷനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അത് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ജീവജാലങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അതൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു കവറാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു 80 കിലോമീറ്ററുകൾ വരുന്നതിനെയാണ് നമ്മൾ മീസോസ്ഫിയർ എന്ന് പറയുന്നത്, മൂന്നാമത്തെ പാളി മീസോസ്ഫിയർ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വരുന്നത് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 700 കിലോമീറ്ററോളം ഉണ്ടാവും. അത് കഴിഞ്ഞ് വരുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 10,000 കിലോമീറ്ററുകൾ ഉയരത്തിൽ വരുന്നതാണ്. ഈ ഒരു മേഖല വരെ മാത്രമേ നമ്മുടെ ഭൂമിക്ക് ഇൻഫ്ലുവൻസ് ഉള്ളൂ. നമ്മൾ പറയുന്ന ഗ്രാവിറ്റേഷണൽ പുള്ള് നടക്കുന്നത് ഈ ഒരു 10,000 കിലോമീറ്റേഴ്സാണ്. പിന്നെ ഇതിനെ പല രീതിയിൽ പറയാറുണ്ട്. നമ്മൾ തന്നെ പറയുന്നത് ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഓരോ കിലോമീറ്റർ കഴിയും തോറും ഓരോ ഡിഗ്രി സെൽഷ്യസ് ആക്ച്വലി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശം ട്രോപ്പോ പാസ് എന്ന് പറയുന്ന ഒരു സോണുണ്ട്. അതായത് ഈ സ്റ്റാറ്റോ സ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ട്രോപ്പോ പാസ് ഉണ്ട്. ഓക്കെ, ഇതുവരെ അവിടെ വരുമ്പോൾ ഏകദേശം ഒരു -50 to -56 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ആക്ച്വലി ടെമ്പറേച്ചർ വരുന്നത്. അടുത്ത മേഖലയിലേക്ക് വരുമ്പോൾ സ്റ്റാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ ആക്ച്വലി കൂടുക ചെയ്യുന്നത് ഉയരം കൂടുന്തോറും. പക്ഷേ മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. തെർമോസ്ഫിയറിൽ നേരെ ഓപ്പോസിറ്റ് വരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു താപ വ്യതിയാനം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഓക്സിജനുണ്ട്, പിന്നെ അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്. അതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരുപാട് വാതകങ്ങളാൽ സമ്പുഷ്ടമാണ് ആക്ച്വലി ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ഫിയർ എന്ന് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ ആണ്. അതായത് ടോട്ടൽ ക്വാണ്ടം ഓഫ് വാട്ടർ പ്രസൻറ്റ് ഓൺ പ്ലാനറ്റ് എർത്ത് എന്ന് നമുക്ക് പറയാം. അതായത് അത് നമ്മുടെ നദികളിലുണ്ടാവാം, സമുദ്രത്തിലുള്ള ജലം വരുന്നു, അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പവും ആക്ച്വലി അതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ ഭൂമിക്കടിയിലുള്ള വാട്ടർ റിസോഴ്സസ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ് ഹൈഡ്രോസ്ഫിയറും. അത് കഴിഞ്ഞ് വരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സോയിലാണ്. സോയിൽ, സെഡിമെൻ്റ് പോലുള്ള ഘടകങ്ങളാണ്. ജീവൻ്റെ ജീവൻ നിലനിൽക്കുന്നതിന് ഈ വെള്ളത്തെപ്പോലെ തന്നെ ഈ പറയുന്ന ഭൂമിക്ക് മുകളിലുള്ള സോയിലിൻ്റെ ഈ ഒരു പ്രസൻസും വളരെയധികം ആവശ്യമാണ്. അതായത് നമ്മുടെ ഭൂവൽക്കവും തൊട്ട് താഴെയുള്ള നമ്മുടെ മാൻഡിലിൻ്റെ ഔട്ടർ പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതും ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് നമ്മുടെ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയർ തന്നെ ആ വേർഡിൽ തന്നെ അതിനകത്ത് എല്ലാം ഉണ്ട്. ജീവമണ്ഡലം എന്ന് പറയുന്നത്, ജീവനുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ബയോസ്ഫിയർ. അത് നമ്മൾ ഈ പറയുന്ന പോലെ വെള്ളത്തിലുണ്ടാവാം, അറ്റ്മോസ്ഫിയറിലുണ്ടാവാം, ഭൂമിക്ക് തൊട്ട് താഴെ ഈ പറയുന്ന ചില മീറ്ററുകളോളം ജീവൻ ഉണ്ടാവാം. ഈ ബാക്ടീരിയ പോലുള്ള വൈറസ് പോലുള്ള ജീവികളും ഉണ്ടാകാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. സർ, ജലചക്രം അഥവാ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ. ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ജലചക്രം അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഹൈഡ്രോസ്ഫിയറിനെ കുറിച്ച് പ്രതിപാദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജലമണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മുടെ പലതരത്തിലുള്ള ജലം ഉൾപ്പെട്ട് വരുന്നൊരു മേഖല. അപ്പോൾ അതിൽ സമുദ്രജലമാവാം, കായൽ ജലമാവാം, നദികളിലെ ജലമാവാം, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഭൂമിയിൽ നിന്നും ഭൂമിയുടെ സർഫസിൽ നിന്നും ഉള്ളിലേക്ക് ഊർന്നിറങ്ങുന്ന ജലമാവാം. അപ്പം അങ്ങനെ നമ്മുടെ സമുദ്രം, അന്തരീക്ഷം, കര, ജീവജാലങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്ലാന്റ്സ്, അതിന് നമ്മൾ സാധാരണ എവാപ്പോറേഷൻ, ട്രാൻസ്പിറേഷൻ എന്നൊക്കെ ഉള്ള വേർഡ്സ് കൂടെ നമ്മൾ സാധാരണ വീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ട് വരുന്ന, ഈ മേഖലകളെല്ലാം ഉൾപ്പെട്ട് വരുന്ന ബാഷ്പീകരണം, ജലത്തിൻ്റെ ബാഷ്പീകരണം, ആ ബാഷ്പീകരണത്തിൽ നിന്നും പിന്നെ ഉള്ള മേഘങ്ങളുടെ രൂപീകരണം, പിന്നെ അതിനുശേഷം ഉണ്ടാകുന്ന മഴ. അതായത് മേഘങ്ങൾ കൃത്യമായി സഞ്ചരിക്കുന്നു, കാറ്റിൻ്റെ ഒരു ദിശ അനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണോ ശരിക്കും പെയ്തിറങ്ങാനായിട്ടുള്ള സാഹചര്യമുള്ളത് അവിടെ പെയ്തിറങ്ങുന്നു. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ ഉപരിതലത്തിലുള്ള ജലം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോവുകയും അത് മേഘങ്ങളായി പോയി അത് പിന്നെ ഘനീഭവിച്ച് മഴയായി ഭൂമിയിലേക്ക് തന്നെ വരികയും ചെയ്യുന്നു. അപ്പോൾ സൗരോർജ്ജം വഴിയുള്ള ബാഷ്പീകരണത്തിലൂടെ ഭൂമിയിലെ ജലോപരിതലത്തിൽ ജലം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ശരിക്കും വന്നിറങ്ങുന്ന അല്ലെങ്കിൽ പെയ്തിറങ്ങുന്ന മഴയിൽ കൂടി ഭൂമി അല്ലെങ്കിൽ മണ്ണ് പൂരിതമാകുന്നു. ആ മണ്ണിൽ നിന്നും ജലം ഭൂഗർഭത്തിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലമായി മാറ്റപ്പെടുന്നു.
സസ്യങ്ങൾ ഈ ജലത്തിനെ ശരിക്കും അവയുടെ വേരുകൾ വഴി ആഗിരണം ചെയ്യുന്നു. ഈ സസ്യങ്ങളിൽ നിന്ന് ട്രാൻസ്പിറേഷൻ വഴി അത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പോരാതെ തന്നെ നമ്മുടെ അനിമൽസും ഈ ജലം എടുക്കുന്നുണ്ട്. അതും ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിൽ തിരികെ എത്തുന്നു. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിലും അതിൻ്റെ അന്തരീക്ഷത്തിനും ഇടയിൽ ജലത്തിൻ്റെ ഒരു സന്തുലിതമായ ഒരു വിതരണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സൈക്കിൾ കൃത്യമായി നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പല നമ്മൾ പറയുന്ന ഒരു വാട്ടർ ബാലൻസ് കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതി പഠനത്തിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിളിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ വരുന്ന പല കമ്പോണൻസിൻ്റെയും വേരിയേഷനിൽ പല വ്യത്യാസങ്ങളും വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രോട്ട് അല്ലെങ്കിൽ ഫ്ലഡ്സ് പോലുള്ള പ്രതിഭാസങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതും നമ്മൾ പല സമയത്തും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നാം എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥ. വെതർ എന്നും ക്ലൈമറ്റ് എന്നും നാം സാധാരണ പറയാറുണ്ട്. സർ, ഇത് രണ്ടും അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണോ അതോ വ്യത്യസ്തമാണോ? ഡോക്ടർ സനത പറഞ്ഞതൊരു വലിയൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, അതായത് ക്ലൈമറ്റും വെതറും ഒന്നാണോ എന്നുള്ളത്. സാറിന് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ നമുക്ക് വിവക്ഷിക്കാം. പക്ഷേ വെതർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം, ഇന്നത്തെ വെതർ കണ്ടീഷൻസ് എന്നാണ് പറയുക. വെതർ കണ്ടീഷൻസ് അപ്പോൾ ഒരു ദിവസത്തെ കണ്ടീഷനാണ് പറയുക. അപ്പോൾ ആ ദിവസം നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ്, ആ ദിവസമുള്ള വിൻഡിൻ്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ വിൻഡിൻ്റെ മൂവ്മെൻറ്റ്, ആ പ്രദേശത്തേക്ക് അവിടെ അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫറിക് പ്രഷർ, അവിടെയുള്ള ശരിക്കും നമ്മുടെ ഒരു മോയ്സ്ചർ, അന്തരീക്ഷത്തിലുള്ള ഒരു മോയ്സ്ചറിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ അങ്ങനെ വിവിധ തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഒരു പ്രദേശത്ത് ആ ഒരു ദിവസം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ വെതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ലൈമറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞത് ഒരു ദൈനംദിനാവസ്ഥയാണെങ്കിൽ ഈ ദൈനംദിനാവസ്ഥയെ നമ്മളൊരു 30 വർഷത്തേക്ക് കണക്കാക്കി ആ 30 വർഷത്തേക്കുള്ള ദീർഘകാല കാലയളവിൽ നമ്മൾ കണക്കാക്കിയെടുക്കുന്ന ഒരു ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ് എന്താണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ചേഞ്ചസ് വർഷങ്ങളായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ക്ലൈമറ്റിന് വേരിയേഷൻ വരുന്നത്, അത് ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് 30 വർഷങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു ഡേറ്റാ സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പറയുക. അപ്പോൾ വെതർ എന്ന് പറയുന്ന ഒരു ദൈനംദിനാവസ്ഥയെയും ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ദീർഘകാലയളവിനെയും സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതിൽ ഉൾപ്പെട്ട് വരുന്നത് ഘടകങ്ങളെന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അന്തരീക്ഷത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള സൂര്യപ്രകാശത്തിൻ്റെ അളവ്, മഴയുടെ ലഭ്യത, അതുപോലെ തന്നെ കാറ്റിൻ്റെ ഡയറക്ഷൻ, അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ അങ്ങനെയുള്ള വിവിധ പാരാമീറ്റേഴ്സ്, വിവിധ ഘടകങ്ങൾ ശരിക്കും ഇതിനകത്ത് ബന്ധപ്പെട്ട് വരുന്നു.